നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ശോഭാ സുരേന്ദ്രന് കോൺഗ്രസിലേക്ക് സ്വാഗതം. വാതിൽ തുറന്നുള്ളൊരു സ്വീകരണം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നൽകാനൊരുങ്ങുന്നതെന്നാണ് ചില വാർത്തകളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ശോഭയ്ക്ക് കോൺഗ്രസിൽ സ്വാഗതമരുളുന്നത്? കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ, ശോഭയുടെ വാക്കിൽ പറഞ്ഞാൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചില വിവാദങ്ങൾ തന്നെയാണ് ഇതിന് ആധാരമായി മാറിയിരിക്കുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് പിറകെയാണ് ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസിലേക്ക് ഏറ്റെടുക്കാനായി ഒരു സ്വാഗതമുരളി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വരുന്നത്. മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഹാരിസ് മുടൂറാണ് ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഹാരിസ് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന്റെ ഒരു ചിത്രം സഹിതമാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. എന്നിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് സ്വാഗതമെന്നും ഈ കുറിപ്പിൽ പറയുന്നു. വെറുപ്പിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നാൽ ആരെയും ഈ പ്രസ്ഥാനം സ്വീകരിക്കുമെന്നതാണ് കമന്റുകൾ. എന്നാൽ ശോഭയിച്ച് തൽക്കാലം അവിടെ തന്നെ നിന്നാൽ മതിയെന്നും ഇവിടെയുള്ള വനിതകൾക്ക് പോലും ഇവിടെ സ്പേസ് ഇല്ല എന്നിട്ടല്ലേ അവരൊക്കെ എന്നും പലരും വിമർശിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ പലതരത്തിലുള്ള കമന്റുകളാണ് ഈ പോസ്റ്റിന് താഴെ ഇപ്പോൾ എത്തിച്ചേരുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണ് ഏറ്റവും വലുതായി ഉയർന്നു കേട്ടതെങ്കിൽ പോലും അവസാന നറുക്കെടുപ്പിൽ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് തന്നെയാണ് സംസ്ഥാന നേതൃയോഗത്തിൽ ധാരണയായി മാറിയത്. പാർട്ടിക്കുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകൾ തന്നെയാണ് എം.ടി. രമേശിനെയും ശോഭാ സുരേന്ദ്രനെയും തഴഞ്ഞതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലെത്തി കഴിഞ്ഞ ദിവസം പത്രികാ സമർപ്പണം നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പത്രികാ സമർപ്പണം നടത്തുന്നതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ ഓഫീസിലെത്താതിരുന്നതാണ് ചർച്ചയാക്കി മാറ്റിയത്. എന്നാൽ ശോഭ അതിനുള്ള കൃത്യമായ മറുപടി പിന്നീട് നൽകുന്നുണ്ട്. കാറെത്താൻ വൈകിയതുകൊണ്ടാണ് പത്രികാ സമർപ്പണ സമയത്ത് ഓഫീസിലെത്താൻ കഴിയാത്തതെന്നാണ് ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ കൂടിയായിട്ടുള്ള ശോഭയുടെ വിശദീകരണം. താൻ ഒരിക്കലും ഈ ചടങ്ങിൽ നിന്നും മനഃപൂർവ്വം വിട്ടുനിന്നതല്ല എന്നുകൂടി മുതിർന്ന ബി.ജെ.പി. നേതാവ് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പിട്ടാണ് നോമിനേഷൻ സ്വീകരിച്ചത്. വാഹനം കിട്ടാൻ കുറച്ചു വൈകി. ഡ്രൈവർ വൈകിയതാണ് ഇതിനുള്ള കാരണം. അങ്ങനെ നടന്ന് ഹോട്ടലിലേക്ക് എത്തി. അതുകൊണ്ട് 2 മിനിറ്റ് വൈകിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയേണ്ടതില്ല. കാരണം അദ്ദേഹം കഴിവ് തെളിയിച്ച ആളാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം എത്തുന്നത് വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. പ്രസ്ഥാനത്തെ എന്തു തന്നെയായിരുന്നാലും നല്ല രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് നയിക്കാൻ കഴിയും. എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ബി.ജെ.പി. പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്നു. ബി.ജെ.പി. എല്ലാ വിഷയങ്ങളും അങ്ങനെ ഇനി ഏറ്റെടുക്കാനായി പോവുകയാണ്. തിരുവനന്തപുരത്ത് വളരെ തുച്ഛമായ വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത്. അദ്ദേഹം ജനകീയനാണെന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ തിരഞ്ഞെടുത്തതിനെ സന്തോഷമായി തന്നെയാണ്, പോസിറ്റീവായി തന്നെയാണ് നോക്കിക്കാണുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യതയോടെ ബി.ജെ.പിയെ മുന്നോട്ട് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തീരുമാനം ഏകകണ്ഠമാണ്. സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു. പാർട്ടി അതിശക്തമായി തന്നെ ഇനി പ്രവർത്തിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി ഇന്ന് രാജീവ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഭരണാധികാരിയായ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ഔദ്യോഗികമായൊരു പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ കഴിഞ്ഞ ദിവസം തന്നെ കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ നോമിനിയായി രാജീവ് ചന്ദ്രശേഖർ ആണെന്നുള്ളത് അറിയിക്കുകയുണ്ടായി. തുടർന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക നൽകുകയായിരുന്നു. പ്രധാന നേതാക്കളൊക്കെ തന്നെ പിന്തുണച്ച് ഒപ്പിട്ട പത്രികയാണ് അദ്ദേഹം സമർപ്പിച്ചത്. ഇന്ന് സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തി. ഐക്യകണ്ഠേനെ രാജീവ് ചന്ദ്രശേഖരനെ അങ്ങനെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തുവെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കേരളത്തിൽ അധികാരത്തിലെത്താനാകട്ടെ എന്നും പ്രഹ്ലാദ് ജോഷി രാജീവിനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയുണ്ടായി. കേരളം എന്നത് ബി.ജെ.പിക്ക് ബാലികേറാം മലയല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞതിൽ സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉറപ്പ് പറയുകയാണ്. ബി.ജെ.പി. കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്തൊരു ശബ്ദമായി മാറുന്നു. ദൈനംദിന പ്രവർത്തനത്തിന് സാധ്യമാകുന്ന നേതാവ് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം അത് തെളിയിച്ച വ്യക്തിയാണ്. കൈവരിച്ച മേഖലകളിലെ ഉജ്ജ്വല നേട്ടം ബി.ജെ.പിക്ക് ഊർജ്ജം നൽകുമെന്നതിൽ സംശയമില്ല എന്ന് സുരേന്ദ്രൻ പറയുന്നു. ഇനി വരുന്നത് കേരളം ഭരിക്കാനുള്ള ബി.ജെ.പിയുടെ ദശാബ്ദമാണ്. ആ ദശാബ്ദത്തിൽ പാർട്ടിയെ നയിക്കാനുള്ള ഭാഗ്യം രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചേക്കുന്നുവെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി. കഴിഞ്ഞ 5 വർഷം എല്ലാവരുടെയും പിന്തുണയോടെ ബി.ജെ.പി. അധ്യക്ഷനായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അനേകം മഹാരഥന്മാർ നേതാക്കളായിരുന്ന പാർട്ടിയിൽ എന്നെപ്പോലെ സാധാരണക്കാരൻ 5 വർഷം അധ്യക്ഷനായിരുന്നു. സാധാരണക്കാരൻ ഏത് പദവിയിലും എത്താനാകുന്ന ഏക പാർട്ടിയാണ് ബി.ജെ.പി. ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ നമ്മുടെ പൂർവികർ കിണഞ്ഞു പരിശ്രമിച്ചുവെന്നും മറ്റേത് പാർട്ടിയോട് കിടപിടിക്കാനാകാത്ത വിധം ബി.ജെ.പി. കേരളത്തിൽ മാറിക്കഴിഞ്ഞുവെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. കേരളം ബി.ജെ.പിക്ക് ബാലികേറാം മലയാണെന്ന ധാരണയും അങ്ങനെ മാറ്റി. അവസാനിപ്പിക്കാൻ പറ്റാത്ത ശക്തിയായി നമ്മൾ മാറുന്നു. ബി.ജെ.പിയുടെ വളർച്ച CPM സംസ്ഥാന സമ്മേളനത്തിൽ പോലും ചർച്ച ചെയ്തുവെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. രാജീവ് ചന്ദ്രശേഖർ പുതിയ അധ്യക്ഷനായി വരുമ്പോൾ അദ്ദേഹത്തിന് ദൈനംദിന പ്രവർത്തകനാണോ എന്ന് പലരും ചോദിച്ചിരുന്നു.
അദ്ദേഹത്തിന് അത് സാധിക്കുമെന്ന് ഒരു വർഷം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച് കാണിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആളുകളെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചു. പുതിയ മാറ്റത്തിന്റെ കടിഞ്ഞാൺ അങ്ങനെ കൈമാറുന്നു. ഹിന്ദുക്കളുടെ പാർട്ടി എന്നാണ് BJP വിമർശിക്കുന്നത്. അല്ല, എല്ലാവരുടെയും പാർട്ടിയായി BJP മാറുന്നു. 3 മുന്നണികളുള്ള സംസ്ഥാനമാണ് കേരളം. ഇവിടെ മുന്നണി നയിക്കുന്നത് ശ്രമകരമായ ഒരു ജോലിയാണ്. കൈനനയാതെ മീൻ പിടിക്കണമെന്ന ചിന്തയുള്ള പ്രതിപക്ഷമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ BJPയെ സ്വാധീനിക്കാനുള്ള ശ്രമം UDF നടത്തി. പക്ഷേ UDF LDF സഹകരണം വേണ്ടെന്ന് വെച്ച് മുന്നോട്ട് പോവുകയാണ് BJP ചെയ്തതെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ ഒന്നും തന്നെ വില കുറച്ച് കാണേണ്ടതില്ല. പുതിയ അധ്യക്ഷൻ എന്നത് നൂലിൽ കെട്ടിയിറക്കിയ ആളല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ മെയ്വഴക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും പാർട്ടിയെ നയിക്കാൻ എന്തുകൊണ്ടും യോഗ്യനാണെന്നും ഓരോ വ്യക്തിയുടെയും അനിവാര്യത കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമുണ്ടെന്നുമാണ് സുരേന്ദ്രൻ പറയുന്നത്. CPM BJP ഒത്തുതീർപ്പെന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്. UDF പടച്ചുവിടുന്ന ഒരു പ്രചാരണം. 2ാം സ്ഥാനക്കാരായവരെ 3ാം സ്ഥാനക്കാർ മറികടക്കുമോ എന്ന വേവലാതിയാണ് അവർക്കുള്ളതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അധ്യക്ഷനായി താൻ ചുമതലയേറ്റ ശേഷം 1.5 വർഷത്തോളം കോവിഡ് ലോക്ക്ഡൌണും നിയന്ത്രണവുമായിരുന്നു. പിന്നീട് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നു. ശരിക്കും 2.5 വർഷമാണ് സംഘടനയെ ഒന്ന് സജീവമാക്കാൻ ലഭിച്ചത്. 5 വർഷം അധ്യക്ഷൻ സ്ഥാനം പൂർത്തിയാക്കി എല്ലാവരും മാറി, പിന്നെ താൻ മാത്രം അവിടെ തുടരുന്നതിൽ ഒരു തരത്തിലുമുള്ള അർത്ഥമില്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. BJPക്കുള്ളിൽ നേതൃപദവി ഏറ്റെടുക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് തന്നെയാണ് അധ്യക്ഷൻ ആരാകുമെന്നുള്ള ചർച്ച ഉയർന്നത്. പാർട്ടിക്കുള്ളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാ സംഘടനകളിലും ഉണ്ടാകുന്നത് പോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ പാർട്ടിയിലും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. തൻ്റെ കാലയളവിൽ എല്ലാ നേതാക്കളും ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് പ്രവർത്തിക്കുന്നത്. MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ തുടങ്ങിയവരെല്ലാം തന്നെ അധ്യക്ഷ പദവിക്ക് യോഗ്യരായിട്ടുള്ളവരാണ്. അത്തരത്തിൽ നേതൃസ്ഥാനത്തേക്ക് 5-6 നേതാക്കളുടെ പേര് പരിഗണിച്ചു. അതിൽ നിന്നാണ് അന്തിമ തീരുമാനത്തിലേക്ക് കടന്നത്. നേതാക്കൾക്ക് ഇനിയും അവസരമുണ്ട്. പ്രസിഡന്റായാലും ഇല്ലെങ്കിലും അവരൊക്കെ തന്നെ ആത്മാർത്ഥമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് അനിവാര്യമായിട്ടുള്ള നേതാക്കളാണ് അവരൊക്കെ തന്നെ. അവരെ നോക്കുമ്പോൾ താൻ ചെറുപ്പത്തിൽ അധ്യക്ഷനായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അവരുടെ പ്രായപരിധി കഴിഞ്ഞിട്ടില്ല എന്നും ഇനിയും അവർക്ക് അവസരമുണ്ടെന്നും നഷ്ടബോധം ഒരിക്കലും ആർക്കും തന്നെ തോന്നേണ്ട കാര്യമില്ല എന്നുകൂടിയാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ആകെയുള്ള 25,000 ബൂത്തുകളിൽ 18,600 ബൂത്തുകളിൽ പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നു. ഒരു അസംബ്ലി മണ്ഡലത്തിൽ 2 മണ്ഡലം കമ്മിറ്റിയാണ് BJPക്കുള്ളത്. അത്തരത്തിൽ 140 മണ്ഡലങ്ങളിൽ 280 മണ്ഡലം കമ്മിറ്റികളും പുതിയ അധ്യക്ഷന്മാരും നിലവിൽ വന്നു. 14 റവന്യൂ ജില്ലകളെ വിഭജിച്ച് 30 പാർട്ടി ജില്ലാ കമ്മിറ്റികളുണ്ടാക്കി. അവിടെയും പുതിയ ജില്ലാ അധ്യക്ഷന്മാരെ തീരുമാനിച്ചു. 206 സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുത്തു. ഇനി വേണ്ടത് 30 ദേശീയ കൗൺസിൽ അംഗങ്ങളെയും പാർട്ടി സംസ്ഥാന അധ്യക്ഷനെയുമാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനുള്ള പ്രവൃത്തികളും ഇപ്പോൾ പൂർത്തിയായി. രാജീവ് ചന്ദ്രശേഖറിൻ്റെ സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. അടിസ്ഥാന വോട്ട് ബാങ്കിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം താഴെ തട്ടിൽ നിന്നും പ്രവർത്തകർക്കും വോട്ടർമാർക്കും നൽകാനായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഏകോപിപ്പിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ BJPക്ക് കേരളം പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ സുരേന്ദ്രൻ പങ്കുവയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.